ഹായ് ഫ്രണ്ട്സ്, രഞ്ജിയാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഫിനാൻഷ്യൽ ന്യൂസ് വന്നിട്ടുള്ള എക്സംഷൻ ആണ്. എക്സംഷൻ ഓഫ് 18% ഓൺ ഹെൽത്ത് ഇൻഷുറൻസിൽ, ലൈഫ് ഇൻഷുറൻസിലൊക്കെ GST എക്സംഷൻ വന്നു. പക്ഷെ നമ്മളത് ലിറ്ററലി അത് നിലവിൽ വരുന്നത് 22-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റായ എഫക്റ്റ് എപ്പോഴാണ് അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ദ ബോൾ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്. കാരണം ഇൻഷുറൻസ് കമ്പനീസ് ഓൾറെഡി അവർക്കൊരു ITC കിട്ടുന്നുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. അവരെ കമ്മീഷൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും അത് റീ ഇൻഷുറൻസിൻ്റെ മുകളിലൊക്കെ ഒരു 27, സപ്പോസ് ഒരു 150 റുപ്പീസ് അവരെ കോസ്റ്റ് ആണെങ്കിൽ അതിന് 27 റുപ്പീസോളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ 1000 രൂപ അടക്കുന്ന ഒരാൾക്ക് 1150 രൂപയാണ് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലിറ്ററലി നമുക്ക് 150 രൂപ കുറച്ചിട്ട് അടച്ചാൽ മതി, 1000 മാത്രം അടച്ചാൽ മതി. പക്ഷേ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ITCൻ്റെ മുകളിലുള്ള ഒരു 27 റുപ്പീസ് ഇവർ ആഡ് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ 1027 ആയിരിക്കും ഇൻഷുറൻസ് കമ്പനി ചെയ്യുക. പക്ഷേ നോർമൽ അങ്ങനെ ചെയ്യില്ലെന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ദാറ്റ്സ് ഓൾസോ ഗുഡ്, കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലെവലിൽ GST എക്സംഷനോടുള്ള പ്രീമിയം ആയിരിക്കും വരിക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇൻ കേസ് നമ്മൾ 22-ന് ശേഷം അടച്ചാൽ മതിയല്ലോ, അങ്ങനെയാണ് GST എക്സംഷൻ കിട്ടുമെന്നുള്ളതല്ല. ഗ്രേസ് പീരീഡിലാണെങ്കിൽ സപ്പോസ് നിങ്ങളുടെ പ്രീമിയം അടക്കേണ്ട ഡേറ്റ് 22-ന് മുന്നിലാണെങ്കിൽ നിങ്ങൾ 22-ന് ശേഷം അടച്ചതുകൊണ്ട് നിങ്ങൾക്ക് GST എക്സംഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്തിന് അടക്കുന്നത് നല്ലത്. കാരണം എക്സംഷൻ കിട്ടുന്നത് കാരണം 22-ന് ശേഷം അടക്കേണ്ട പോളിസികളിൽ മാത്രമാണ്. പിന്നെ പുതിയ പോളിസികൾ നിങ്ങൾ 22-ന് ശേഷം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സംഷൻ കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടച്ചു, നമ്മൾ 22-ന് ശേഷം അടക്കേണ്ട പോളിസി നമ്മൾ നേരത്തെ അടച്ചാൽ തന്നെ നമുക്കൊരു റീഫണ്ട് കിട്ടേണ്ട ഓപ്ഷൻസും ഇല്ല. മേക്ക് ഷുവർ ദാറ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ലിറ്ററലി അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കാം. ഹോപ്പിംഗ് ഇതിനെ കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ള ആർട്ടിക്കിൾസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡു ജോയിൻ അസ്. താങ്ക് യു.